നമസ്കാരം. PJ ആർമിയൊക്കെ എത്ര കിടന്ന് നിലവിളിച്ചാലും പി ജയരാജനെ ഒതുക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചാൽ അത് ഒതുക്കുക തന്നെയായിരിക്കും. അദ്ദേഹത്തെ പല രീതിയിൽ ഒതുക്കാൻ വർഷങ്ങൾക്ക് മുൻപേ പല സംഭവങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. അത് ഒരു വേള പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി അതൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായതാണ്. പി ജയരാജനെ എങ്ങനെ ഒതുക്കണം? ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പാട്ടെഴുതിയപ്പോൾ അത് സ്തുതിഗീതമായി വിലയിരുത്തി അത് പാർട്ടി ശക്തമായി താക്കീത് ചെയ്തു, നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് തിരുവാതിരപ്പാട്ട് എഴുതി തിരുവാതിര കളിച്ചപ്പോഴും മുഖ്യമന്ത്രി അഗ്നിയാണ്, സൂര്യനാണ്, തേജസ്സാണ് എന്നൊക്കെ പറഞ്ഞ് സെക്രട്ടേറിയറ്റ് അസോസിയേഷനിൽ കവിത എഴുതിയപ്പോഴും ഒന്നും ആരും മിണ്ടിയില്ല. നമ്മളിതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ നൽകി. പക്ഷേ ജയരാജേട്ടനെ ആരെങ്കിലും സ്തുതിച്ച് പാട്ടെഴുതി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പി ജയരാജന് കണ്ണൂരിൽ വ്യക്തമായ സ്വാധീനമുണ്ട്, ജനസ്വാധീനം അല്ലെങ്കിൽ സഖാക്കളുടെ സ്വാധീനമുണ്ട് എന്നാണ്. ഒരു വേള പിണറായി വിജയനേക്കാളും MV ജയരാജനേക്കാളും അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്ററേക്കാളും KK ശൈലജ ടീച്ചറെക്കാളും ഒക്കെ തന്നെ ഒരു സഖാക്കളുടെ ഇടയിലുള്ള ഒരു പ്രത്യേക സ്വാധീനം പി ജയരാജന് ഉണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നതും അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തുന്നതും അദ്ദേഹത്തെ പല രീതിയിൽ വികൃതമായി തന്നെ അവതരിപ്പിക്കാനൊക്കെ തന്നെ ശ്രമിക്കുന്നതും. പക്ഷേ അദ്ദേഹം പലപ്പോഴും പി ജയരാജനുമായി ബന്ധപ്പെട്ട റിസോർട്ട് വിവാദം പൊക്കിക്കൊണ്ടുവന്നത് പി ജയരാജനാണ്. അതിനുശേഷം അത് അവർക്കിടയിൽ തന്നെ സോൾവായി. MV ജയരാജൻ്റെയും ഭാര്യയുടെയും ഒക്കെ പേരിലുള്ള ഷെയറുകൾ പിൻവലിക്കുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ കേൾക്കുന്നു. എന്തൊക്കെയായാലും പി ജയരാജൻ കൂടുതൽ ശക്തനായി മാറുകയാണ്. അദ്ദേഹം ഒഴിവാക്കപ്പെടുന്തോറും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം പി ജയരാജന് ഒരു വീരപരിവേഷമാണ് ഉള്ളത്. കണ്ണൂരിലെ പല കൊലപാതകങ്ങളും RSS BJP പ്രവർത്തകരെയും കോൺഗ്രസ് ലീഗ് പ്രവർത്തകരെയും ഒക്കെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതും അത് നടപ്പിലാക്കാനുള്ള പ്രത്യേകമായ പദ്ധതി തയ്യാറാക്കുന്നതുമൊക്കെ പി ജയരാജനാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു എലിമിനേറ്റർ വീരപരിവേഷമാണ് സഖാക്കൾ ഈ കണ്ണൂരിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. കണ്ണൂരിൽ ഇത്രയും ജനകീയനായ, അത് മോശമായിട്ടായാലും നല്ലതായിട്ടായാലും ജനകീയനായ മറ്റൊരു സഖാവ് അല്ലെങ്കിൽ CPM നേതാവ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇതിനു മുൻപ് EK നായനാരുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ജനകീയനായ വ്യക്തിയാണ്. പക്ഷേ പി ജയരാജന് ഒരു വീരപരിവേഷമാണ് നൽകുന്നത്. ഒരു വാളം പിടിച്ച് പി ജയരാജൻ നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കാം അവിടുത്തെ സഖാക്കളുടെ മനസ്സിലുള്ളത്. നമുക്കറിയില്ല, അവരോട് ചോദിച്ചേ മതിയാകൂ. എന്തൊക്കെയായാലും ജയരാജനെ ഒതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന സമ്മേളനത്തിൽ നടന്ന നടപടികൾ, പി ജയരാജനെ ഒതുക്കിയതുമായി ആ വാർത്തകളൊക്കെ പുറത്തു വന്നതിന് ശേഷം വ്യാപകമായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ പി ജയരാജന് അനുകൂലമായി പ്രചരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മകൻ ജെയിൻ രാജ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസും ഇട്ടു. ഒതുക്കുമെന്ന് നേരത്തെ അറിയാം, ഇതൊക്കെ ഒതുക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു. അപ്പം അത്തരത്തിൽ പല രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും കവലകൾ തോറും അത്രേ പി ജയരാജന് അനുകൂലമായ ഒരു ശബ്ദമാണ് കണ്ണൂരിൽ ഉയരുന്നത്. ഇത് പിണറായി വിജയനും CPM-നും ഗോവിന്ദൻ മാഷിനും ഒക്കെ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം പി ജയരാജൻ ഒരു ടീമാണ്, ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആയിരക്കണക്കിന് CPM പ്രവർത്തകരുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് ജനപിന്തുണ കൂടി വരികയാണ്. PJ ആർമി എന്നുള്ള പോസ്റ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പം പോസ്റ്റുകളൊന്നും ഇടുന്നില്ല. അവരുടെ ആ ഒരു കൂട്ടായ്മയൊക്കെ മാറി ഇപ്പം ആ ഒരു പേജേ കാണുന്നില്ല എന്നൊക്കെ പറയും. എങ്കിലും തീർച്ചയായിട്ടും പി ജയരാജന് അനുകൂലമായ ഒരു വലിയ നീക്കം കണ്ണൂരിൽ CPM-ൽ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് കൂടുതൽ ശക്തമാകും. വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അതിൻ്റെ ഫലം CPM-ന് അനുഭവിക്കേണ്ടി വരും, പിണറായി വിജയന് അനുഭവിക്കേണ്ടി വരും. പി ജയരാജനെ ഒതുക്കിയിട്ട് സുഗമമായി CPM-ന് മുമ്പോട്ട് പോകാൻ കണ്ണൂരിൽ പറ്റും എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് അതിശക്തമായ ഒരു സഖാക്കളുടെ പിന്തുണയുണ്ട്, അദ്ദേഹത്തിന് ഒരു വീരപരിവേഷമുണ്ട്, അദ്ദേഹത്തിന് ഒരു താരപരിവേഷമുണ്ട്. സഖാവ് PJ ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്ന് ആയിരക്കണക്കിന് പ്രാവശ്യം ഉറക്ക വിളിച്ചു പറയുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഒന്നിച്ചു ചേർന്നാൽ പിന്നെ CPM-ൻ്റെ പൊടി പോലും കാണില്ല. കാര്യം അരിവാൾ ചുറ്റിയേക്ക് വോട്ട് ചെയ്യുമായിരിക്കും, പക്ഷേ പിണറായി വിജയനെ ഒരു പാഠം പഠിപ്പിക്കും ഇതൊക്കെ തന്നെ. പി ജയരാജ വിരോധം എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.